അൺടിൽ ഡോൺ എന്ന് പറഞ്ഞ പടം കണ്ടു. ഇത് നമ്മുടെ പ്ലേ സ്റ്റേഷനിൽ ഒരു ഹൊറർ ഗെയിം ഉണ്ട്, അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. ഈ നമ്മുടെ ലൈറ്റ്സ് ഔട്ട്, അനബൽ ക്രിയേഷൻ എന്നീ സിനിമകളിലൊക്കെ ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സിനിമ എന്നുള്ള രീതിക്ക് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്ന അത്രയ്ക്കൊന്നുമില്ല. എങ്കിലും ഒരു വട്ടം വെറുതെ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു ആവറേജ് ഹൊറർ എക്സ്പീരിയൻസ് ആണ്. കാരണം സിനിമ ഒരു ടൈം ലൂപ്പാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ടൈം ലൂപ്പ് എന്നല്ല, ഒരു അൺടിൽ ഡോൺ എന്ന പേര് പോലെ തന്നെ ഒരു രാത്രി മുതൽ രാവിലെ ആവുന്ന വരെ ഇവരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും, പിന്നെ റിട്ടേൺ തിരിച്ച് പഴയ പോലെ വരും. നമ്മളിപ്പോൾ ഈ ഹാപ്പി ഡെത്ത് ഡേയോ അങ്ങനെ പടങ്ങളൊക്കെ ഇല്ലേ, ഈ ടൈം ലൂപ്പുള്ള സാധനം, ലൂപ്പല്ല ഈ ഡെത്ത് ലൂപ്പുള്ള സാധനം, ആ ഒരു മോഡിലുള്ളൊരു പടമാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിന് ഇനീഷ്യൽ സീക്വൻസുകളൊക്കെ, അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ്, അതിൻ്റെ ആ ഒരു സെറ്റപ്പിലേക്ക് ഇവർ എത്തിപ്പെടുന്നതൊക്കെ വളരെ പെട്ടെന്നാണ്. അത് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തെത്തി അത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ഡെത്തുകൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ നമുക്കൊരു പേടിയില്ലാണ്ടാവും. ഇതിപ്പോൾ എന്തപ്പോൾ ഇത് ഇന്ന് ചത്താലും ഇനി റീസെറ്റ് ആയിട്ട് നാളെ ഇതേപോലെ തന്നെ പിന്നെ വരും എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിക്കുറവില്ലേ, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് അവിടെ പോകും. ആ ഒരു മോഡിലാണ് സിനിമ പിന്നീട് അങ്ങോട്ട് പോവുക. സോ ഒരു ടുവേർഡ്സ് ദി എൻഡൊക്കെ പിന്നെ വലിയൊരു സുഖമില്ലാത്ത ഒരു വളരെ ക്ലീഷേഡായിട്ട് സിനിമ പോകുന്നുണ്ട്, വളരെ ജനറിക് ആയിട്ട് മാറുന്നുണ്ട്, ഒരു നോർമൽ സർവൈവൽ മൂവി എന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷേ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആൻറ്റഗോണിസ്റ്റ് സാധനം സിനിമയിലില്ല. ചിന്നിച്ചിതറി കിടക്കുന്ന കുറേ ഡീമോണിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രോപ്പർ സോളില്ല, ഒരു എന്തിനു നോക്കിയിട്ടാണെന്ന് പറഞ്ഞൊരു പോക്കില്ല സിനിമയ്ക്ക്. അതുകൊണ്ട് ഒരു വലിയൊരു ഗുമ്മില്ലാത്ത, വെറുതെ ഇങ്ങനെ നമ്മൾ കണ്ടിരിക്കും അത്ര തന്നെ, അല്ലാണ്ട് നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്ത, തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങി വരുമ്പോൾ ഒരു സാധനം ഒന്നും ഓർക്കാത്ത, നമ്മൾ മറന്നു പോകുന്നൊരു നോർമൽ മൂവി. സോ വലിയ മോശമില്ല, എന്നാൽ വലിയ നന്നായിട്ടുമില്ല. ജസ്റ്റ് ഒരു നോർമൽ യൂഷ്വൽ ആവറേജ് ഫ്ലിക്ക്. ഇത്തരത്തിലുള്ള മറ്റ് സിനിമകളൊന്നും കാണാത്തവർക്ക് ചിലപ്പോൾ ഒരു വലിയ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള മറ്റ് മൂവീസൊക്കെ ഓൾറെഡി കണ്ടവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ലാത്ത വളരെ ക്ലീഷേഡായിട്ടുള്ള ഒരു നോർമൽ ജനറിക് മൂവി ആയിട്ടാണ് അൺടിൽ ഡോൺ എന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയൊരു പക്ഷേ ഗെയിമിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ ഗെയിം ഞാൻ കളിച്ചിട്ടുമില്ല. പക്ഷേ ആക്ച്വലി ചില സിനിമകളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ലാസ്റ്റ് ഓഫ് അസ് നമ്മൾ സീരീസ് കാണുമ്പോൾ എനിക്ക് ആ ഗെയിം കളിക്കാനാണ് കുറച്ചും കൂടി തോന്നിയത്. കാരണം ആ കഥ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയാക്കി ഒരു പക്ഷേ ഗെയിമിൽ കാണിക്കുന്നുള്ള ആ ഒരു മോഡ് നമുക്ക് കിട്ടുമ്പോൾ, അൺടിൽ ഡോണിൻ്റെ സിനിമ കണ്ടപ്പോൾ ഇതന്നെയല്ലേ ഇപ്പം ഇനി ഗെയിമിലുണ്ടാവും, ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഗെയിം കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്നെ സംബന്ധിച്ചൊരു നോർമൽ ക്ലീഷേഡ്, ഒരു യൂഷ്വൽ, ഒരു ബിലോ ആവറേജ് ഫ്ലിക്കാണ് അൺടിൽ ഡോൺ എന്ന മൂവി. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ഡിസൈനും ഇതിൻ്റെ ഒരു സെറ്റപ്പും ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എന്തോ പടത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. പടം ഇറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് കണ്ടുവന്നൊരു ഫീൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. സോ ഇതിനു മുമ്പ് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് നെറ്റ്സാട്ട് പോകണം, അതേ തിയേറ്ററിൽ തന്നെ, അതേ സ്ക്രീനിൽ തന്നെ, അതേ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് തൊട്ടടുത്ത ഷോ. പക്ഷെ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടല്ലോ ആ പടത്തിൽ, ചെയ്തു വെക്കുന്ന ഒരു വൗ ഫാക്ടർ ഉണ്ടല്ലോ, എൻ്റെ മോൻ എങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, അതൊന്നും പക്ഷെ നമുക്ക് ഈ സിനിമയിൽ നിന്ന് എവിടെയും കിട്ടിയില്ല എനിക്ക്. സോ ഒരു പുതുതായിട്ടൊന്നും ഇല്ലാത്ത, ക്രിയേറ്റീവായിട്ടൊന്നും ഇല്ലാത്ത, വളരെ നമ്മൾ കണ്ടു പതിഞ്ഞിട്ടുള്ള സാധനങ്ങൾ പിന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു നോർമൽ മൂവി. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.